മറ്റുള്ളവരൊക്കെ അവിടെ ഉണ്ടായിരിക്കുമ്പോ ഞങ്ങൾ ഇതേപോലെ ഡെയിലി ഒരു 4 വീട് 5 വീടുകൾക്കായിട്ട് ഡെയിലി കൊടുത്തായിരുന്നു. ഒരു 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ ഇതേപോലെ സീഡോമോണാസ് ഒഴിച്ചു കൊടുക്കുക, സ്ലറി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആമിറോയി കിളികളെ കൊടുക്കുന്നതാണ് ലവ് ബേർഡ്സിനെ. കുറച്ച് ദിവസം മുന്നേ നമ്മൾ ആമിറുവിൻ്റെ പ്രാവ് മുട്ടട്ടതിൻ്റെ വീഡിയോസ് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളതിൽ പറഞ്ഞിരുന്നു അത് കോഴിമുട്ടയാണോ പ്രാവ് മുട്ടയാണോ എന്ന് അറിയില്ല, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നലെ വൈകുന്നേരത്ത് വിരിഞ്ഞിക്കണമെന്നുള്ള ചെറിയൊരു സൗണ്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നൊന്ന് പോയി നോക്കുകയാണ്. ഇവരെ കാത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ പോകേണ്ട സമയത്ത് തെറ്റ് ചെയ്തത്. ഞങ്ങൾ ഇതാണ്ടാവും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, കോഴിക്കുട്ടിയാവും ചിലപ്പോൾ, അല്ലെങ്കിൽ പ്രാവുകുട്ടിയാവും. ഏതായാലും ഒന്ന് വിരിഞ്ഞിക്കണമെന്ന് പറയുന്നുണ്ട്. ഒരു സമാധാനക്കേട്. അപ്പോൾ അത് നോക്കിയേക്കാം. അപ്പൊ സംഭവത്തേ പ്രാമുട്ട കോഴിമുട്ട എന്നല്ല, അതിന് താണ്ട കൊത്തിയൊക്കെ ലെവലാക്കിക്കണു കേട്ടോ പാവം. ഞങ്ങൾ ഇന്നലെ രാത്രിയാകുമ്പോ കുറച്ച് വൈകിട്ടാണ് സൗണ്ടൊക്കെ കേട്ടത്. എന്തായാലും നമുക്കിതിനെ ഉഷാറാക്കി എടുക്കാൻ പറ്റുമോ നോക്കണം. നല്ല മരുന്നുള്ളത് ഇപ്പൊ നോക്കാം. അപ്പൊ ഇനിയിപ്പോ ഈ മിക്കവാറും ഇതും എന്തായാലും ഇത് വിരിയേണ്ട സാധ്യത ഉണ്ട്. എന്തായാലും ഒരു ദിവസം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. 3-ാം പക്കം വിരിയേണ്ടതാണ്. എന്താ നോക്കി നോക്കാം. എന്തായാലും ഞങ്ങളേ പ്രാവിൻ്റെ മുട്ടയാണെന്ന് എഴുതിട്ട് വെച്ചുകൊടുത്താണ്, പക്ഷെ അത് കോഴിമുട്ടയായി മാറി. ഇനി എന്തായാലും ഒന്നും കൂടി ഉണ്ട്, അത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് എന്തായാലും ഇതിനൊന്ന് എടുത്ത് ഉഷാറാക്കാൻ പറ്റുമോ നോക്കണം. എന്തായാലും കണ്ണൊന്നും കാണാതെ ആയിക്കണു കൊത്തിയിട്ടൊക്കെ. മറ്റുള്ളവരൊക്കെ ഓക്കെ. എന്തായാലും ഇതിനെ വെച്ചുകൊടുക്ക്. തുറന്ന് തുറന്ന് എന്തായാലും നമ്മൾ അതിൽ തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതായാലും ഇത് അടയിരിക്കണമൊക്കെ ഉണ്ട്. മറ്റേ മുട്ട വിരിയാനുള്ള സാധ്യത ഉണ്ടാവും. അതേ കാരണം ഇനി ചിലപ്പോ എനിക്ക് അവരാണോ കുത്തിക്കണെന്ന് അറിയില്ല. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പൂച്ച പിടിച്ച കാരണത്താലേ വേറെ യന്ത്രത്തിന് ഇട്ടിട്ടുണ്ട്. വൈകുന്നേരത്താണ് നമ്മൾ അവർ പുറത്തേക്ക് ആക്കല്ലേ. ഇനി ഇവരാണോ കൊത്തിക്കണെന്ന് അറിയില്ല. എന്തായാലും നമ്മൾക്കൊന്ന് നോക്കി വെക്കാം. രണ്ടും 2 തീറ്റകളാണ്. ഇപ്പൊ എന്തായാലും ഇപ്പത്തെ കെട്ടിത്തീറ്റ നേരല്ല, അതുകൊണ്ടാണ്. അതായത് പ്രാവുകളൊക്കെ കുട്ടികൾ കൊക്കിലൂടെ കൊടുക്കുക ചെയ്യുക. പക്ഷെ കോഴികള് നേരെ തിരിച്ചുമാണ്, തന്നെ കൊത്തിപ്പെറുക്കി എടുക്കണം. അപ്പൊ ഇന്നലെ വൈകുന്നേരത്താണ് വിരിഞ്ഞിക്കണത്. ഇന്നെന്തായാലും ഒന്നുകൂടി നോക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള കൂടി അതിന്റെ സജ്ജീകരണം ചെയ്യും. ഓക്കെ. ഞങ്ങളേ കുറ്റി ബീൻസ് ഒന്ന് വിളവെടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ഗ്രോത്തോടെ വരാനുണ്ട്. പക്ഷെ നമുക്ക് ക്ഷമല്ല. എൻ്റെ ദാശകം ഉണ്ടോ ഇപ്പൊ തന്നെ ചോളം പൊടിച്ചോന്നുള്ള പരിപാടിയൊക്കെ ഇപ്പൊ ചെയ്യണത്. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാ ദാശത്ത് നമ്മളെ പാത്രത്തിൽ കൊണ്ടുവരാം. കേട്ടോ ഞങ്ങളേ കുറ്റി ബീൻസുകൾ നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. ഇതൊക്കെ പിടിക്കും. ഞങ്ങൾ ആദ്യത്തെ വിളവ് കണ്ടോ, ആദ്യത്തെ വിളവ് എടുക്കണം. ഇത് കണ്ടോ, ഇത് മറിഞ്ഞു കൊടുക്കണം. ഇതൊക്കെ കുറ്റി ബീൻസ് ഉണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് കെട്ടി കൊടുക്കണം. ഈ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കണം. അപ്പൊ ഞങ്ങള് ആദ്യത്തെ വിളവുകൾ നമ്മള് കാണിച്ചു ഞങ്ങളേ കൂടുതലുണ്ടായിട്ട് കാര്യമില്ലല്ലോ, എല്ലാവരും കൂടെ നമ്മൾ കഴിക്കില്ല. അപ്പൊ നമ്മളിതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോ ആളുകൾക്ക് കൊടുക്കും. നമ്മളെ ഇതാണ്ടോ കോവല്, ഇതിൽ കേവണ്ട കോവല്, ബീൻസ് ഒക്കെ കൊടുക്കുക വെച്ചോ. അത് പൊട്ടിക്കാം. ഇത് പൊട്ടറാ, ഇങ്ങോട്ട് പൊട്ടറാ. കഴിക്കട്ടെ, നല്ല ഇതൊന്നുണ്ട് ആൾക്കാർ. ആൾക്കാർക്ക് നമുക്ക് എന്തായാലും കൊടുക്കാൻ ഇഷ്ടമില്ല മക്കളെ. കൊടുക്കാനില്ലാത്ത പ്രശ്നം. ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മളെന്തായാലും കൊടുക്കാനില്ല. നമുക്കിപ്പോ ഇതൊക്കെ പാടെ നടക്കില്ല. ടീച്ചറും കൊടുക്കാം, കുക്കുംബറും കൊടുക്കാം. ഒരാത്തിനത് കണ്ടോ നമ്മള് കണ്ടോ
താറാവാക്കി താറാമുട്ട എടുക്കും. താറാമുട്ടയും കണ്ടോ. ഇങ്ങനെ നമ്മള് ഓരോ കവറിലാക്കിയിട്ട് എന്നും ഇതേപോലെ കൊടുത്തിരുന്ന ഒരു കാരണമാണ്. ഇപ്പൊ നമുക്ക് എത്തണില്ല. അവിടെ ഒപ്പം ഉണ്ടായിരിക്കുമ്പോ ഞങ്ങൾ ഇതേപോലെ ഡെയിലി ഒരു 4 വീട് 5 വീടുകൾക്കായിട്ട് ഡെയിലി കൊടുത്തായിരുന്നു. അവരൊക്കെ എപ്പോഴും നമ്മളോട് ചോദിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കൊടുക്കാറില്ല. ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മളെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് മാത്രമാണ്. പക്ഷെ ഇതിപ്പോ അധികമായത് കാരണത്താല് നമ്മളെന്തായാലും അവർക്ക് കൊടുക്കുകയാണ്. അതിന്റെ കൂട്ടത്തിലുണ്ടോ താറാമുട്ട ഉണ്ട്, അതിലെ കോഴിമുട്ട ഉണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ എന്നും ചെയ്യും. ഇതാണ് ഞാൻ പറയണത്, 2 മണിക്കൂർ പണിയെടുത്താൽ മതി നമുക്ക് മാസം 15,000 രൂപ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, 15,000 അല്ല കേട്ടോ, അതിന്റെ അപ്പുറം ഉണ്ടാക്കാം. എന്നാൽ ഇതിനൊക്കെ പാടെ ചെലവ് കൂടുതലല്ലേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാലും നമുക്ക് ഒരുപാട് കാര്യത്തിൽ പോകും. ഇത് കണ്ടത് ഇപ്പൊ 3 അതേപോലെ കുക്കുംബർ എല്ലാരും സലാഡിനും അതേപോലെ ജ്യൂസിനും മാത്രമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാ അങ്ങനെയല്ല കേട്ടോ, ഇതുകൊണ്ട് കറി ഉണ്ടാക്കാം. നമ്മൾ കുമ്പളം അതേപോലെ മത്തായി വെള്ളരിതൊക്കെ വെക്കണ പോലെ നന്നായിട്ട് തന്നെ കറി വെക്കാം. വെക്കാത്തവര് ഒന്ന് വെച്ച് നോക്കുകൊണ്ടു, അപ്പൊ അറിയങ്ങൾക്ക് കയ്യാങ്കളി ചെയ്യാറില്ലേ. ഞങ്ങളിത് വെക്കാറുണ്ട്. അപ്പൊ പല നിലക്കും നമുക്ക് ഉപയോഗപ്പെടുത്താം. സലാഡിന് മാത്രമല്ല കറിക്ക് ഉപയോഗിക്കാം. പക്ഷെ അങ്ങനെ കറിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് കുറച്ചും കൂടി കൂടുതൽ മൂപ്പാക്കി വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സലാഡിനാണെച്ചെങ്കിൽ ഇതിനേക്കാൾ ചെറിയ ചളുമ്പാണ് സമയത്ത് നമ്മൾ പൊട്ടിക്കും അല്ലേ? അല്ല ദാശോ? ആ മത്സരത്തിന്റെ തൈകളാണ് ഏകദേശം വലുതായിരിക്കണം. ഇനി നമുക്ക് ഇവിടെ കാനലുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കൂടുതൽ വിളവ് കിട്ടാൻ സാധ്യത കുറവായിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് തൈകൾ ഉഷാറാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ വെച്ചത്. എന്തായാലും ഇവിടുന്ന് മാറ്റിയാണ് നമ്മൾ വേറെ ഭാഗത്തേക്ക് വെയിലൊക്കെ നല്ല കൊള്ളിടത്തേക്ക് വെച്ചിട്ട് വേണം നമുക്ക് ഇതിന്ന് മത്സരത്തിൽ നിന്ന് നല്ല വിളവ് എടുക്കാൻ. അപ്പോൾ കിട്ടിയാൽ കിട്ടും. പ്രകൃതി നമ്മൾ ചതിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ല, നമുക്ക് നന്നായിട്ട് തന്നെ വിളവ് കിട്ടും. അതിനുള്ള തൈകളാണ് അതൊക്കെ. നമ്മളെ പെരയുടെ ഏറഭാഗത്താണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ മാറ്റിയാണ്. ഇത് ഗ്രോത്ത് കമ്മിയായിട്ടിട്ടുണ്ട്. ഗ്രോത്ത് കമ്മിയായെന്നല്ല, നമ്മൾ ഇപ്പോൾ വെച്ചതിനനുസരിച്ചുള്ള ഗ്രോത്ത് ഉണ്ട്. ഇനി നമ്മൾ പുറത്തേക്ക് വെക്കണം. അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് കേട്ടോ. ഇപ്പം ഈ ഒരു പ്രാവശ്യം നമ്മൾ മാമാൻ്റെ നിന്ന് കുറച്ച് ലവ് ബേർഡ്സിനെയും കൊടുന്നു കേട്ടോ. തൽക്കാലം ഇപ്പോൾ ഞങ്ങളിവിടെ വർക്ക് ഏരിയയിൽ വെച്ചിട്ടുള്ള കൂട് സെറ്റാക്കണം. അതിൻ്റെ വീഡിയോസ് ഞങ്ങൾ വിടുന്നതാണ്. ഇതിൽ കുട്ടികളുണ്ട്. ഇതിലൊരു 4 ഉണ്ട്. ഒരെണ്ണം ഒന്നിലൊന്നും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വന്നപ്പോൾ തന്നെ മിസ്സായി, പോരുമ്പോൾ തന്നെ മിസ്സായിക്കണം. ഇതിലിതൊരു 5 ഉണ്ട്. തീറ്റകളൊക്കെ കൊടുത്ത് തുടങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ കൊടുന്ന് നിൽക്കുന്നത്. ഇനി എന്തായാലും നമ്മൾ പഴയ പരിപാടിയിലേക്ക് നീങ്ങേണ്ട അവസ്ഥയിലാണ്, മക്കളെ ഒരു സന്തോഷത്തിന്. നമ്മൾ ആന്ധ്രയിൽ കിളികളെ കൊടുന്നതാണ് ലവ് ബേർഡ്സിനെ. കൂട് മാറിയപ്പോൾ ഒരു തീറ്റ കൊടുക്കാൻ ഭയങ്കര പിന്നിൽ. കുട്ടികളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. 2 കൂട്ടിലായിട്ട് 8-10 കുട്ടികളുണ്ട്. ഇതിലുണ്ട്, അതേപോലെ തന്നെ അതിലുണ്ട്, അപ്പുറത്തേര് ഇതിലൊന്നും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് രക്ഷയില്ല. അവർ കുട്ടികൾക്ക് നമ്മൾ വായിൽ എങ്ങനെയാലും തീറ്റ കൊടുക്കുന്ന സംവിധാനങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചെങ്കിൽ പറയുണ്ടു. നമുക്കിതൊന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഏതായാലും കൂട് കൊടുന്നാലും ഒക്കെ നമ്മളിവിടെ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം നമ്മൾ വീടിൻ്റെ വർക്ക് ഏരിയയിലാണ് വെച്ചിട്ടുള്ളത്. കൊടുക്കുന്നുണ്ട് കേട്ടോ. രക്ഷപ്പെട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇനി മറ്റോ കൂടിയും കൊടുത്ത് കിട്ടിയാൽ നമ്മൾ കഴിച്ചിലായി. അല്ലെങ്കിൽ ഇപ്പോൾ ആ കുട്ടികളെ കൊണ്ട് ഇതൊക്കെ വെക്കാൻ പറ്റുമോ അതിനെപ്പറ്റി അറിയണവരുണ്ട് വെച്ചാൽ പറയുണ്ടോ. കൊടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെന്നുവെച്ചെങ്കിൽ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം 3 മണിക്കും അതുപോലെ തന്നെ 7 മണിക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.